ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്ക് മാർക്കറ്റ് ആൻഡ് ഫൈനാൻസ് സെക്ടറിൽ നിന്നാണ്. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നമ്മൾ നേരത്തെ കുറേയേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വലിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് അറിയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ട് തന്നെ ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു സെക്ടർ അതും വളർന്നു കൊണ്ടിരിക്കുകയും അത് തന്നെ വൻതോതിൽ അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആൾക്കാരുടെ എണ്ണങ്ങൾ എന്നുവെച്ചാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ, പ്രത്യേകിച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു കാലഘട്ടമാണിത്. അപ്പം മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ആണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന ചില വിവരങ്ങൾ. ഏകദേശം മ്യൂച്വൽ ഫണ്ടിൻ്റെ മൊത്തം ഇന്ത്യയിലെ ഓഹരികളിലുള്ള ആസ്തി 50 ലക്ഷം കോടി കടന്നതായിട്ടാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. മൊത്തം ഓഹരി ഉടമസ്ഥതയിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ പങ്ക് 10.8% ഉയർന്നു. 10.8%. അതിൻ്റെ മൂല്യം ഏകദേശം 50 ലക്ഷം കോടിക്ക് മുകളിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഇന്ത്യയുടെ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് ചരിത്ര നാഴികക്കല്ലാണ്. ഒരു 50 എന്ന് പറയുമ്പോൾ ഇത് നമുക്കറിയാം, എന്താണ് പറയുന്നത്, അതിൻ്റെ ഒരു മൈൽ സ്റ്റോൺ. നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ ക്രിക്കറ്റിലൊക്കെ നമ്മൾ 50 സ്കോർ ചെയ്യുന്നത് ഒരു മൈൽ സ്റ്റോൺ ആണ്. 100 സെഞ്ചുറി സ്കോർ ചെയ്യുന്ന മൈൽ സ്റ്റോൺ അങ്ങനെ പറയുന്ന പോലെ തന്നെ 50 ലക്ഷം രൂപ, 50 ലക്ഷം കോടി രൂപ പിന്നിട്ടിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ ആസ്തികൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് രാജ്യത്ത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും അതുപോലെ തന്നെ നിക്ഷേപകർക്ക്, പ്രത്യേകിച്ച് റീറ്റെയിൽ നിക്ഷേപകർക്ക് ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിൽ വർദ്ധിച്ചു വരുന്ന വിശ്വാസത്തിൻ്റെയൊക്കെ തന്നെ വ്യക്തമായിട്ടുള്ളൊരു സൂചനയാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 50.83 ലക്ഷം കോടി രൂപയാണ് ഏറ്റവും പുതിയ കണക്കനുസരിച്ചിട്ട്. ഫെബ്രുവരിയിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ 39.21 ലക്ഷം കോടി രൂപയിൽ നിന്ന് 30%-ലധികം വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട നേട്ടമാണ്. കാരണം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു സാധാരണക്കാരനും ഇന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഇഷ്ടം പോലെ ഫണ്ടുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് അത് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം വ്യത്യസ്തമായിട്ടുള്ള ഫണ്ടുകളുണ്ട്, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ഫണ്ടുകളുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രിഫറൻസ് അനുസരിച്ചും ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഒക്കെ അനുസരിച്ചും നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വൽ റിക്വയർമെൻറ്റ്, ഇൻവെസ്റ്ററിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്, അതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഫണ്ടുകൾ ചൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ നിലവിൽ ഒട്ടനവധി മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അവർ ഹാൻഡിൽ ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും അവരുടെ എന്താണ് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രിഫറൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്കിൽ അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും അവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ്. ഏത് ഫണ്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാലും നഷ്ടമാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഞാൻ പറയാം, ഓരോ ഇൻവെസ്റ്ററിൻ്റെയും ബിഹേവിയറും ക്യാരക്ടറും റിക്വയർമെൻറ്റും പ്രിഫറൻസും ഒക്കെ തന്നെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അവർ തീർച്ചയായിട്ടും ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എന്തു തന്നെയാലും ശരി, ഒട്ടനവധി ഫണ്ടുകൾ ഇന്ന് നിലവിൽ മാർക്കറ്റിൽ ലഭ്യമാണ്. 100-ൽ പരം അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി പ്രൊഫഷണലായിട്ടുള്ള അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് വളരെ ക്രെഡിബിളായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നടത്തുവാൻ സാധിക്കും. അത് ഒറ്റയ്ക്ക് നമുക്ക് കൈകാര്യം ചെയ്യാൻ ഉള്ള ബേസിക്കായിട്ടുള്ള അറിവുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ചെയ്യാം. മറ്റുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കറിങ് ഫേംസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ചെയ്യാൻ ആണ് താല്പര്യമെങ്കിൽ അതങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. ഒറ്റയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും ഫണ്ടുകൾ വാങ്ങിക്കുവാനും നമുക്കത് മാനേജ് ചെയ്യാനും സാധിക്കും. അതിനെക്കുറിച്ചുള്ള ബേസിക്കായിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ നോളജ് നമുക്ക് ഉണ്ടായാൽ മതി, ഉണ്ടാകണം തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് സെക്ടറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. അതിനകത്തിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള SIP ആണ്. SIP നമുക്ക് ഒരു പക്ഷേ എല്ലാവർക്കും അറിയാം, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺസിസ്റ്റൻ്റായിട്ട് റെഗുലറായിട്ട് ഏതെങ്കിലും ഒരു ഫണ്ട് തിരഞ്ഞെടുത്ത് അതിനകത്തിൽ നമ്മളൊരു കൃത്യമായിട്ടുള്ള തുക നിക്ഷേപിക്കുന്നതിനാണ്. ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് റെഗുലറായിട്ട് കോൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. SIP എന്ന് പറയും. അത് വളരെ പോപ്പുലറായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഇന്ന് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. റീറ്റെയിൽ നിക്ഷേപകരുടെ പങ്കാളിത്തം, പാർട്ടിസിപ്പേഷൻ, ഇൻഡിവിജ്വൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ആൾക്കാരുടെ പങ്കാളിത്തം ഇതിനകത്തിൽ കൂടി വരുന്നതാണ് ഇതിൻ്റെ ഒരു
എന്താണ് പറയുന്നത്, ഈ വർധനവിന് കാരണമായിട്ടുള്ളത്. കാരണം ആൾക്കാരുടെ വിശ്വാസം, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ടെക്നോളജിയൊക്കെ ഇത്രയും വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് നമുക്ക് ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ എന്താ പറയുന്നത്, സൗകര്യം അനുസരിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഫണ്ടുകൾ ചൂസ് ചെയ്യാനും ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത് കൊണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ വളരെ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റും അതുപോലെ തന്നെ ജനങ്ങൾക്ക് പൊതുവേ ഉള്ള അവരുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവരുടെ നോളജിൽ ഉള്ള വർധനവൊക്കെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ, ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഒക്കെ തന്നെ ഒരു വളർച്ച ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ്. തീർച്ചയായിട്ടും ഒരു ആവറേജ് വ്യക്തിക്ക് തീർച്ചയായിട്ടും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നോളജ് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട്. ഈ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പല തരത്തിലുള്ള ആപ്സും ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വെബ്സൈറ്റും ഒക്കെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രം ഇത് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെ ഇന്ത്യയിൽ ആ ഒരു നോളജ് ഗ്യാപ്പ് ഈ ഒരു മേഖലയിൽ, പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ, സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സെക്ടറിൽ തീർച്ചയായിട്ടും ഒരു ആവറേജിന് മുകളിൽ ഇൻഫർമേഷൻ കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ നോളജ് കപ്പാസിറ്റി ഉള്ള വ്യക്തികൾക്ക് മാത്രമേ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം അതിൻ്റെ ചില ബേസിക്സ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അറിയണ നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ അറിയുന്നതായിരിക്കും നമുക്കെപ്പോഴും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു നോളജ് ഗ്യാപ്പിൻ്റെ റിഡക്ഷൻ ഉള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് ഇതിനകത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും വളർന്നു വരുന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഏത് രാജ്യത്തായാലും സമ്പദ് വ്യവസ്ഥ വളരുന്നതനുസരിച്ച് അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റും ഫൈനാൻഷ്യൽ മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും ഒക്കെ തന്നെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ മാർക്കറ്റും ഒക്കെ തന്നെ അതിന് ആനുപാതികമായിട്ട് വളരുന്ന കാഴ്ച നമുക്ക് എല്ലായിടും കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെയും ഇന്ത്യയിലും അതേ ഒരു പ്രവണത, ട്രെൻഡാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പണം മുടക്കുവാൻ ആൾക്കാർ, അവർക്ക് വില്ലിങ്നെസ് മാത്രം പോരാ, ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ഈ ടെക്നോളജി അല്ലെങ്കിൽ ടൂൾസ് ഒക്കെ തന്നെ അവർക്ക് ഉപയോഗിക്കാൻ അറിയണം. ഇപ്പോൾ 2020 മാർച്ചിൽ പ്രതിമാസം 2020 വരെ അല്ലെങ്കിൽ 2020 മാർച്ചിൽ വരെ പെർ മന്ത് 8,500 കോടി രൂപയായിരുന്നു SIPയിൽ കൂടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഈ 2025 സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് അത് 3.5 മടങ്ങ് വർദ്ധിച്ച് 3.5 ടൈംസ് ഇൻക്രീസ് അതിനകത്തിലുണ്ടായി. അപ്പോൾ 324 ഏകദേശം 3.5% എന്ന് പറയുമ്പം 324 3.5 ഏകദേശം 29,361 കോടി രൂപയുടെ വർധനവ് പ്രതിമാസം SIP വഴി മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നു ചേരുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു വളർച്ച അല്ലെങ്കിൽ ഈ ഒരു മാറ്റം, വർധനവിലുണ്ടായ മാറ്റം തീർച്ചയായിട്ടും അത് മാർക്കറ്റിലുള്ള വിശ്വാസവും ജനങ്ങൾക്ക് തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വിശ്വാസമുള്ളതും അവർക്ക് ഡിസ്പോസ് ചെയ്യാൻ ഡിസ്പോസബിൾ ഇൻകം അവരുടെ കൈകളിലുള്ളതും പിന്നെ ഈ ടെക്നോളജിയുടെ എന്താണ് പറയുന്നത്, ഒരു സർവ്വവ്യാപിത്വം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ. ഇന്ന് എല്ലാവർക്കും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ അറിയാവുന്നതാണ്, പ്രത്യേകിച്ച് യങ് ജനറേഷനൊക്കെ തന്നെ. അപ്പോൾ അതെല്ലാം തന്നെ ഈ ഒരു കാര്യത്തെ കൂടുതൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാക്കി മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 55 മാസങ്ങളിൽ ഓഹരി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് തുടർച്ചയായിട്ട് നിക്ഷേപം, നെറ്റ് ഇൻഫ്ലോ വളരെ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മെച്യൂരിറ്റി, അതുപോലെ തന്നെ ദീർഘകാല നിക്ഷേപ രീതികളുള്ള അവരുടെ പ്രതിബദ്ധതയൊക്കെ തന്നെ എടുത്തു കാണിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ് ക്യാപിറ്റൽ മാർക്കറ്റിനെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. കാരണം ഇതിനകത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ജനങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനും അറിവുകളും ഉള്ളവർക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇൻഫർമേഷനെ, അറിവുകളെ അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിനകത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എല്ലാവരും അങ്ങനെ ആണെന്നില്ല, എന്നാലും ഏറെക്കുറെ എല്ലാ ആൾക്കാരും തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഒരു അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള നോളജും ഇൻഫർമേഷനും ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിനകത്തുള്ള ഈ പാർട്ടിസിപ്പേഷൻ്റെ, പങ്കാളിത്തത്തിൻ്റെ വർധനയെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ.
പിന്നെ ഇതെല്ലാം തന്നെ ലോങ് ടൈമിൽ ഇൻവെസ്റ്ററിൻ്റെ വെൽത്തിനെ അല്ലെങ്കിൽ സ്വത്തിനെ വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ വരുമാനത്തെ വർദ്ധിപ്പിക്കുന്ന സാധ്യതകൾ തരുന്നതുകൊണ്ട് ഇത് ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ വളരെ പ്രിഫർ ചെയ്യുന്നൊരു കാര്യമാണ് ശരിക്കും. അപ്പം ഈ മ്യൂച്വൽ ഫണ്ട്സ് അവർ ഓഹരിയിൽ നമുക്കിപ്പോൾ ഒരു ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നോ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഓഹരികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്കിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററായിട്ട് നമുക്ക് ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബ്രോക്കർ വഴി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള കമ്പനികളിൽ നമ്മളുടെ അസസ്മെൻറ്റിൽ നല്ല കമ്പനി നമുക്ക് തോന്നുന്ന കമ്പനികളുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ ചൂസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് നമ്മൾ തിരഞ്ഞെടുത്ത് ആ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അവർ ചെയ്യുന്നത് ഇതുപോലുള്ള കമ്പനികളുടെ ഷെയറിലും അല്ലെങ്കിൽ ഡിബഞ്ചറിലും ബോണ്ടിലും ഒക്കെ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതമാണ് നമ്മളുമായിട്ട് അവർ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്കിൽ അത് 10.8% അത് ഉയർന്നിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പനികളിലൊക്കെ ഷെയർ മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് 10.8% ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുവരെ ഉള്ളതിലേക്ക് ഏറ്റവും ഉയർന്ന നിരക്കാണ്. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള ശക്തമായ ധനസാമ്പത്തിക പിന്തുണയും അതുപോലെ തന്നെ ഓഹരി വിപണിയിലുള്ള ശുഭാപ്തി വിശ്വാസം അത് വളരെ അത്യാവശ്യമാണ്. ജനങ്ങൾക്ക് മാർക്കറ്റിൽ ട്രസ്റ്റ് ഉണ്ടായാൽ മാത്രമേ ഇത് വർക്കൗട്ട് ആകത്തുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റായാലും മ്യൂച്വൽ ഫണ്ടിൻ്റെ മാർക്കറ്റായാലും ഷെയർ മാർക്കറ്റായാലും ശരി, ജനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമതേ നമ്മുടെ രാജ്യത്ത് സ്റ്റെബിലിറ്റി ഉണ്ടാകണം, സാമ്പത്തിക വളർച്ച ഉണ്ടാകണം, ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാകണം. നമ്മളിതിനകത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്നും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മളുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ ക്യാപിറ്റൽ മാർക്കറ്റിനെ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിനെയൊക്കെ അവർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെന്താണ് പറയുന്നത് ഡെസ്റ്റിനേഷനായിട്ട് അവർ തിരഞ്ഞെടുക്കും. അപ്പോൾ ഇവിടെ മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടായിട്ടുള്ള ഈ മാറ്റങ്ങൾ, വർദ്ധിച്ച മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടാണെന്നാണ് നമുക്കിതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ നോളജ് ഗ്യാപ്പിൻ്റെ ഒരു മാറ്റം, സാമ്പത്തികമായിട്ടുള്ള സാക്ഷരത, ഫിനാൻഷ്യൽ ലിറ്ററസി എന്നൊക്കെ പറയും, അത് ജനങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നതിൻ്റെയും കൂടെ ഒരു ഉദാഹരണമാണിത്. അതുപോലെ തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശക്തമായ കാഴ്ചപ്പാടും ഓഹരി വിപണിയിൽ നിന്നും നമുക്ക് ദീർഘകാലത്തിൽ വരുമാനം വർദ്ധിപ്പിക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിൻ്റെ വർധനവുണ്ടാകും എന്നുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അറിവ്, സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി, ഫിനാൻഷ്യൽ അവയർനെസ് ഒക്കെ തന്നെ ജനങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം. ഒരുപക്ഷെ ഇനിയും തീർച്ചയായിട്ടും ഇത് എന്താ നമുക്കറിയാം, ഈ ഒരു കാരണം ഇന്ത്യയൊക്കെ മറ്റ് ലോകരാജ്യങ്ങളിലെ അമേരിക്ക പോലുള്ള അമേരിക്ക, ജപ്പാൻ, ഈവൻ ചൈന അല്ലെങ്കിൽ ഇതുപോലുള്ള വെസ്റ്റേൺ മാർക്കറ്റിൽ ബ്രിട്ടൻ അല്ലേ, ഇതുപോലുള്ള ലോക പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയൊക്കെ ഇപ്പോഴും ഒരു എന്താണ് പറയുന്നത് ചൈൽഡ്ഹുഡിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞത്. വി ആർ സ്റ്റിൽ എ ബേബി. അപ്പോൾ നമുക്കിനി ഒത്തിരി വളർന്ന് മെച്ചുറായി മുമ്പോട്ട് പോകാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക മേഖലയിലെ വളർച്ച ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ ഈ ഒരു മേഖലയും തീർച്ചയായിട്ടും വളരും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അപ്പോൾ അത് നമ്മളെ ഇവിടുത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ, ഇപ്പം ഒരു വ്യക്തിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, കാരണം ഒത്തിരി ആൾക്കാർ പല മേഖലയിലും എന്തുകൊണ്ടാണ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്, അവർക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച്, ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു മിനിമം ബേസിക് ആയിട്ടുള്ള അവയർനെസ്, അണ്ടർസ്റ്റാൻഡിങ് ഇതിനെക്കുറിച്ച് ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അതിനകത്ത് കാരണം പല വ്യക്തികൾക്കും അറിയത്തില്ല ഇതിനെക്കുറിച്ച്. ഇപ്പോഴും ബഹുഭൂരിപക്ഷം വ്യക്തികൾക്കും ഷെയർ മാർക്കറ്റ് എന്താണ്, അല്ലെങ്കിൽ കമ്പനികളുടെ ഷെയർ എന്താണ്, മ്യൂച്വൽ ഫണ്ട് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവയർനെസ് ഇല്ല. അപ്പം അതുകൊണ്ട്
ഈ ഒരു മാറ്റം ഇന്ത്യയിൽ ഇപ്പോൾ വളരെ പ്രകടമാണ്. അതുകൊണ്ട് ഇനി വരുന്ന കാലങ്ങളിലും തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഷെയർ മാർക്കറ്റായാലും മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റായാലും ഒക്കെ തന്നെ ആകർഷകമായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ലോങ് ടേം റിട്ടേൺ ഉറപ്പുവരുത്തുമെന്നുള്ളൊരു വിശ്വാസം ഇൻവെസ്റ്റേഴ്സിലും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിലെല്ലാം ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനൊരു ഈ കുതിപ്പ് അല്ലെങ്കിൽ കുതിച്ചയാട്ടം നമ്മുടെ ഓഹരി വിപണിയിലും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട വിപണിയിലൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ദീർഘകാലത്ത് ലോങ് ടൈമിൽ സമ്പത്ത് നമുക്ക് വർദ്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ സ്വത്ത് വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു ഏരിയ ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ജനങ്ങൾക്കുള്ളത് കൊണ്ടും ജനങ്ങളുടെ ഫൈനാൻഷ്യലായിട്ടുള്ള ലിറ്ററസി അല്ലെങ്കിൽ അവയർനെസ് വർദ്ധിച്ചതും അതുപോലെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ വളർച്ചയുടെ പാതയിൽ ആണ് വളരും എന്നുള്ളൊരു കാഴ്ചപ്പാട് വീക്ഷണം ജനങ്ങൾക്കുള്ളത് കൊണ്ടും മാർക്കറ്റും ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സും ഒക്കെ തന്നെ കൂടുതൽ അവർ മെച്ചർ ആകുന്നതിൻ്റെയൊക്കെ തന്നെ ഒരു ലക്ഷണമായിട്ടാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞൊരു ട്രെൻഡ് മുന്നോട്ട് പോകും. അത് എന്തായാലും തീർച്ചയായിട്ടും ഒരു പുറമോട്ടുള്ളൊരു പോക്ക് നമുക്ക് ഗ്യാരണ്ടി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും മാർക്കറ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, വിപണി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് മ്യൂച്വൽ ഫണ്ടും വളരും. അപ്പം ഒരു വ്യക്തിക്ക് ഒരു ആവറേജ് അല്ലെങ്കിൽ ജസ്റ്റ് അബവ് ആവറേജ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ഷെയർ മാർക്കറ്റിൽ ഡയറക്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉള്ള ധൈര്യം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കും. മ്യൂച്വൽ ഫണ്ടിൽ നേരത്തെ പറഞ്ഞ ഒത്തിരി അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് ഉണ്ട്. ആ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് ഒത്തിരി ഇത്തരത്തിലുള്ള പോർട്ട്ഫോളിയോ ഓഫ് ഫണ്ട്സ് അവരുടെ കൈകളിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയ ഫൈനാൻഷ്യൽ നോളജിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞില്ല വലിയ നോളജിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ റിക്വയർമെൻറ്റ്, നമ്മുടെ പ്രിഫറൻസ്, നമ്മുടെ ഫൈനാൻഷ്യൽ ആവശ്യങ്ങൾ നമുക്ക് ഏത് തരത്തിലുള്ള ആവശ്യമാണ് അല്ലെങ്കിൽ എത്ര വർഷത്തേക്കാണ് നമുക്ക് അല്ലെ എത്ര വർഷത്തിന് ശേഷം നമുക്ക് ഇത്ര വെൽത്ത് വേണം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഫണ്ടുകൾ നമ്മൾ സെലക്ട് ചെയ്ത് അത് ഓഫർ ചെയ്യുന്ന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളിൽ കൂടെ നമുക്ക് തീർച്ചയായിട്ടും ഈ യൂണിറ്റുകൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റുകൾ വാങ്ങിക്കാനും നമ്മളുടെ സാമ്പത്തിക സ്ഥിതി ലോങ് ടേമിൽ നമ്മുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എന്താ പറയുന്നത് ഒരു വെൽത്ത് അല്ലെങ്കിൽ ഇൻകം നമുക്ക് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കും. നമ്മൾ നേരിട്ട് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അതിന് നമുക്ക് അല്പം കൂടെ നമുക്കൊരു നോളജ് ബേസ് ഉണ്ടാകും. അപ്പം നമ്മൾ നേരിട്ട് ഷെയർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് അല്പം കൂടെ ഒരു നോളജ് ബേസ് നമുക്ക് ഉണ്ടാകണം. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അത്രയും ഒരു നോളജിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് നമ്മളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് ഉണ്ട്. അവർ ഹാൻഡിൽ ചെയ്യുന്ന മാനേജ് ചെയ്യുന്ന ഫണ്ടുകൾ ഇന്ത്യയിലെ ഏറെക്കുറെ എല്ലാ ഫണ്ടുകളും ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രോത്ത് ഗ്യാരണ്ടി ചെയ്യുന്നതാണ്. എല്ലാ ഫണ്ടും ഒരുപോലല്ല. അതിനകത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അനവധി ഫണ്ടുകളുണ്ട്. ഓരോന്നിൻ്റെയും പർപ്പസ് വ്യത്യസ്തമാണ്. ഓരോന്നിൻ്റെയും ഗ്രോത്ത് പാറ്റേൺ വ്യത്യസ്തമാണ്. ഓരോന്നും ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്യാരണ്ടി ചെയ്യുന്ന ഗ്രോത്ത് റേറ്റും വ്യത്യസ്തമാണ്. എല്ലാ ഫണ്ടും ഒരുപോലല്ല, ഒരിക്കലുമല്ല. കാരണം ഇക്വിറ്റി ഫണ്ടുണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, ഡെറ്റ് ഫണ്ടുണ്ട്, അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫണ്ടുകളുണ്ട്. അപ്പോൾ ഓരോ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെ തന്നെയാണ് അവർ ഫണ്ടുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതും യൂണിറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ ഫണ്ടുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഒക്കെ തന്നെ. അപ്പോൾ അത് നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ സെയിം സെക്ടറിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന വേറൊരു മ്യൂച്വൽ ഫണ്ട് റിട്ടേൺ തമ്മിലൊക്കെ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും. എല്ലാം ഒരുപോലെ ആയിരിക്കണം നിർബന്ധമില്ല. പക്ഷേ എല്ലാ ഫണ്ടുകളും അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഗ്രോത്ത് റിട്ടേൺ നമുക്ക് ഓഫർ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് ഒരു സാധാരണ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ചൂസ് ചെയ്യാവുന്ന ഒരു പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു എന്താണ് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് മോഡാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു മേഖല ഇന്ന് ഇന്ത്യയിൽ നല്ല കൃത്യമായിട്ടുള്ള മെച്ചുറായിട്ടുള്ളൊരു വളർച്ച കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി വളരെ മെച്ചുറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അതിന് വളർച്ചകൾ ഉണ്ടാകും. SIP ആണ് അതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പോർഷൻ. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന് എന്നുവെച്ചാൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഗ്രാജുവലായിട്ട് കോൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നമ്മളിലെ
എന്താണ് റിക്കറിങ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത്, സേവിങ്സ്. നമ്മൾ റിക്കറിങ് സേവിങ്സ് ഒക്കെ അല്ലേ. ഇപ്പോൾ ആർ ഡി, പോസ്റ്റ് ഓഫീസിലെ ആർ ഡി, റിക്കറിങ് ഡിപ്പോസിറ്റ്. അപ്പോൾ ഇത് റിക്കറിങ് ആണ്. റിക്കറിങ് ആണ്. നമുക്കിപ്പോൾ ഒരു ഫണ്ട് സെലക്ട് ചെയ്ത് SIP ആണ് നമ്മൾ സെലക്ട് ചെയ്തതെങ്കിൽ നമുക്കിപ്പം ഒരു ഓരോ മാസം നിങ്ങൾക്ക് 500 രൂപ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ളെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യാനുള്ളെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ വെച്ച് നിൽക്കാനത്തിൽ ഓരോ മാസവും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 500 മാറ്റി നിങ്ങൾക്ക് പിന്നെ 800 ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 800 നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച്, പക്ഷേ അത് കോൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ആ ഫണ്ടിൻ്റെ ഒരു ടൈം ഗ്യാപ്പ് കാണും, 5 ഇയേഴ്സ് അല്ലെങ്കിൽ 10 ഇയേഴ്സ്. അപ്പോൾ അതിനെ കണക്കിലെടുത്ത് നമ്മളുടെ വെൽത്ത് റിക്വയർമെൻ്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിക്വയർമെൻ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഫണ്ടിൻ്റെ ആ ഒരു ചോയ്സ് നടത്തി നമുക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഓൾമോസ്റ്റ് എല്ലാ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനും ഗുണകരമായിട്ടുള്ള ഒരു ഫിനിഷിംഗ് ലൈനിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ള ചില എന്താണ് പറയുന്നത് ഇൻഫർമേഷൻ. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായിട്ട് മറ്റു വീഡിയോകൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.